പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വാദങ്ങൾ തള്ളി മുൻ കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുമെന്ന് പറയാൻ കഴിയില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ കൃത്യമായ ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താറുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ആ അവസരം വിനിയോഗിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ജനം ടിവിയോടാണ് ടിക്കാറാം മീണയുടെ പ്രതികരണം. നിലവിൽ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവാണ് മീണ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുലിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ രംഗത്ത് വന്നത്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ കൃത്യമായ ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താറുണ്ടെന്ന് മീണ പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് പട്ടികയുടെ ഡ്രാഫ്റ്റ് മുൻകൂട്ടി നൽകാറുണ്ട്. പരാതികളുണ്ടെങ്കിൽ അപ്പോൾ അവസരം വിനിയോഗിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതെന്നും ടിക്കാറാം മീണ പറയുന്നു. സാർ, ഈ ഇതിനകത്ത് ഇരുന്നൊരാളെന്നുള്ളിൽ അങ്ങനെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്യാൻ പറ്റും? ക്രമക്കേട് എന്നുള്ള വാക്യം പറയേണ്ട കാര്യമില്ല. ക്രമക്കേട് എന്താണ് ഇതിൽ? ക്രമക്കേടാണെങ്കിൽ അതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ആ സമയത്ത് ഇവർ ചൂണ്ടിക്കാണിക്കാം, ഇവർ നീക്കം ചെയ്യാനും. അതായത് BLO ലെവലില്, ഡിസ്ട്രിക്ട് ലെവലില് തഹസിൽദാർ ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ആ ലെവലില്. ഇവരെ പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഫോം ഉണ്ട്, ഫോം നമ്പർ 6, ഫോം നമ്പർ 8, ഫോം നമ്പർ 7, ഇങ്ങനെ 4-5 ഫോംസ് ഉണ്ട്. ഇത് അവിടെ കൊടുക്കണം. ഇങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മനസ്സിലായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആള് 2 സ്ഥലത്തുണ്ട്, അതുകൊണ്ട് ഇത് നീക്കം ചെയ്യണം എന്ന്. ഈ ഇലക്ടോറൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു BLA, അതായത് ബൂത്ത് ലെവൽ അസിസ്റ്റന്റ്, ഇത് ആ സമയത്ത് തന്നെ ഇവർ ആക്റ്റീവായിട്ട് സജീവമായിട്ട് ഈ പ്രക്രിയയിലെ പങ്കാളിയായാലേ ഇതൊക്കെ ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ആ അവസരം ഇവർ ശരിക്കും ഉപയോഗിക്കാറേ ഇല്ല. രാഹുലിന് പരാതിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമായിരുന്നു. തുടർന്ന് തെളിവുകൾ സുപ്രീം കോടതിയിൽ നൽകാനും അവസരമുണ്ടായിരുന്നുവെന്ന് ടിക്കാറാം മീണ പറഞ്ഞു. 2021 കേരളത്തിൽ കോൺഗ്രസ് ഇരട്ട വോട്ട് ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു ടിക്കാറാം മീണ. ഇപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവായ മീണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കിയ സമിതിയിൽ അംഗമായിരുന്നു. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.